ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ചിലന്തയുടേതാണ്. ഒരു ബുദ്ധിമാനായ ചിലന്തയുടെ കഥ. ഒരു പാവം ചിലന്തി പണ്ടൊരു കാട്ടിലെ പാറയിടുക്കിൽ ഒരു വല കെട്ടിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ പേരാണ് കുട്ടപ്പൻ. അവനൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ താമസിക്കുന്ന പാറയുടെ മുകളിലെ ഒരു വലിയ മരത്തിൽ കൂടുവെച്ചിട്ടുള്ള ഒരു പച്ചത്തുള്ളൻ. അവൻ്റെ പേരെന്തെന്നറിയാമോ? ജിണ്ടൻ പച്ചത്തുള്ളൻ. അങ്ങനെ ജിണ്ടൻ പച്ചത്തുള്ളനും കുട്ടപ്പൻ ചിലന്തിയും അവനവൻ്റെ വീടുകളിൽ താമസിച്ചു വന്നു. കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ജിണ്ടന് കുട്ടപ്പനെ കണ്ണെടുത്താൽ കണ്ടൂടാ. കുട്ടപ്പൻ എന്ത് ചെയ്താലും ജിണ്ടൻ അതിൽ കയറി ഇടപെടും. എന്നിട്ട് അവനെ ഉപദ്രവിക്കാൻ പറ്റാവുന്നത്ര ഉപദ്രവിക്കും. അങ്ങനെയായിരുന്നു. കുട്ടപ്പൻ ഇങ്ങനെ വലകെട്ടും, ജിണ്ടൻ വന്നിട്ട് അതിനെ തകർക്കും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. എന്നാലും കുട്ടപ്പന് ജിണ്ടനെ ഇഷ്ടമാണ്. കാരണം അവന് മിണ്ടാനും പറയാനും ഒക്കെ ആരാ ഉള്ളത്? ജിണ്ടൻ മാത്രമേ ഉള്ളൂ. വേറെ ജീവികളൊന്നും അവരുടെ പരിസരത്തില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. കുട്ടപ്പൻ തളർന്നേയില്ല. കുട്ടപ്പൻ വല കെട്ടിക്കൊണ്ടേയിരുന്നു. ജിണ്ടൻ അത് തകർത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വലിയൊരു കാറ്റും മഴയും വന്നു. ഈ കാറ്റും മഴയത്ത് ജിണ്ടൻ്റെ വീട് ഒലിച്ചങ്ങോട്ട് പോയി. മഴവെള്ളത്തിൽ ഒലിച്ചു പോയി. ജിണ്ടൻ്റെ വീട് നഷ്ടപ്പെട്ടു. ജിണ്ടൻ പതുക്കെ കുട്ടപ്പൻ്റെ വീടിൻ്റെ അകത്തേക്ക് വന്നു. കുട്ടപ്പ, നിന്നെ ചെയ്തതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും. എൻ്റെ വീടിതാ ഒലിച്ചു പോയടാ. നീ എന്നോട് ക്ഷമിക്കണമെടാ. നിൻ്റെ വീട് എത്ര പ്രാവശ്യം ഞാൻ നശിപ്പിച്ചു, എന്നിട്ട് നീ തളർന്നില്ലല്ലോ. നീ പിന്നെയും വല നെയ്തു. നിൻ്റെ വീടിപ്പോൾ സുന്ദരമായിരിക്കുന്നു. നീ സുഖമായി ജീവിക്കുന്നു. ഇനി മുതൽ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല കേട്ടോ. നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം. അപ്പോൾ കുട്ടപ്പന് സന്തോഷമായി. നീ എൻ്റെ നല്ല സുഹൃത്തൊക്കെ തന്നെ. നീ എന്നെ എന്തു ചെയ്താലും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനി ഒരു കൂട് കൂട്ടാം. കുട്ടപ്പൻ ജിണ്ടനെ ആശ്വസിപ്പിച്ചു. ജിണ്ടന് സന്തോഷമായി. അങ്ങനെ കുട്ടപ്പൻ ജിണ്ടനെ സഹായിച്ചു. വീണ്ടും ആ മരത്തിൻ്റെ മുകളിൽ അവൻ ഒരു വീട് വെച്ചു. പിന്നെയും കുറേ കാലം ജിണ്ടനും കുട്ടപ്പനും സന്തോഷത്തോടെ കഴിഞ്ഞു. അതിനു മുമ്പ് ജിണ്ടൻ കുട്ടപ്പനെ ഉപദ്രവിക്കുന്ന കാലത്ത് ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. സങ്കടമായിരുന്നു കുട്ടപ്പന്. പക്ഷെ ഇപ്പോൾ സന്തോഷമായി. അവരങ്ങനെ സുഖമായി ജീവിച്ചു. കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും കൂട്ടുകാർ എന്താണ് പഠിക്കുന്നത്? പരിശ്രമമാണ് വേണ്ടത്, അല്ലേ? എത്ര തളർന്നാലും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ തീർച്ചയായും ഒരു കാലത്ത് നമ്മൾ സന്തോഷം അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.